മകളെ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മെയ് 24 ഡിഗ്രി ലെവലിന്റെ ഫസ്റ്റ് ഫേസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏതാണ്ട് 80+ ദിവസങ്ങൾ. നമ്മൾ ഇങ്ങനെ ഒരു തംബ്നെയിൽ ഇടാൻ തന്നെ കാരണം സ്റ്റോപ്പ് യുവർ പ്രിപ്പറേഷൻ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജോബിൻ സാർ ഇപ്പൊ പറയും എന്താണ് അതിന് കാരണം. അതായത് സാറേ, ഈ 80 ദിവസങ്ങൾ എന്നുള്ളതിനേക്കാളും അപ്പുറം ഡിഗ്രി ലെവലിലുള്ള എക്സാമിന്റെ ഒരു പാറ്റേൺ തന്നെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ നാളുകളിൽ PSC മാറ്റിയിട്ടുണ്ട്. അതായത് നേരത്തെ ഇന്ന് നടക്കുന്ന ഒരു LGS നിലവാരത്തിലുള്ള ഒരു പരീക്ഷ ചിലപ്പോൾ അതിലും താഴെ മാത്രമേ പഴയ എക്സാമുകൾക്ക്, ഡിഗ്രി ലെവലുള്ള എക്സാമുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ UPSC നിലവാരത്തിലേക്കൊക്കെ ഉയർന്നു ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനുകൾ വരുന്ന ഒരു സമയമാണ് ഡിഗ്രി പ്രിലിംസ് എക്സാം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു കുട്ടി വിളിക്കുകയുണ്ടായി. ആ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ പോലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ആ കുട്ടി നമ്മളോട് വിളിച്ചിട്ട് പറയാണ്, കുറേ നാളായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അദ്ദേഹത്തിന്റെ മാർഗൊന്നും അത്രയും അങ്ങോട്ട് കയറ്റാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ നോട്ട്സ് കണ്ടിട്ടാണ് ആ കുട്ടി നമ്മളെ വിളിക്കുന്നത്. ആ നോട്ട്സിൽ ഉള്ള ക്വസ്റ്റ്യനുകളൊന്നും അത്രയും അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പോയിന്റുകളൊന്നും കേട്ടുപോരില്ലെന്ന്. അപ്പൊ അതിന്റെ റീസൺ ആ കുട്ടിയോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ആ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ നമുക്ക് മനസ്സിലായുള്ളൊരു കാര്യം, ആ കുട്ടി ഫോളോ ചെയ്യുന്നത് വളരെ ഓൾഡ് ഏജ് ആയിട്ടുള്ള LDC നിലവാരത്തിലൊക്കെയുള്ള റാങ്ക് ഫയലുകൾ, പുതിയ റാങ്ക് ഫയലുകൾ തന്നെയാണ്, പക്ഷെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പഠനമാണ്. അപ്പം റാങ്ക് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ കാര്യങ്ങൾ കണ്ടെത്തി ഒരു റാങ്ക് ഫയൽ ഉണ്ടാക്കി, കുഴപ്പമൊന്നുമില്ല, റാങ്ക് ഫയൽ വെച്ച് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഒരാളോടോ 2 പേരോടോ 3 പേരോടോ അല്ല, 4 ലക്ഷം ആൾക്കാർ, 4 ലക്ഷം 5 ലക്ഷം ആളുകളോടാണ് നമ്മൾ പ്രിലിമിനറി എക്സാമിന് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ കുട്ടികളോട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 4 ലക്ഷം പേരിൽ ഒരാൾ മാത്രമായാൽ മതി, തീർച്ചയായിട്ടും, അതോ 4 ലക്ഷത്തിന് മുന്നിലുള്ള ഒരാളായിട്ട് മാറണം? എപ്പോഴാണ് നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക? നമ്മൾ മറ്റുള്ളവരെക്കാളിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലേ? സാറിന്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണത്? അതായത് നമുക്ക് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യും. അതായത് 2020 മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാം ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഒരു ഡിഗ്രി ലെവൽ എക്സാം, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ഫസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു LGS നിലവാരം പോലും ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തില്ല. ഓരോ വർഷം കഴിയുന്തോറും ക്വസ്റ്റ്യൻസിന്റെ റേഞ്ച് എന്ത് ചെയ്യുന്നു, മാറി വരുന്നു. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ആണ്. അതായത് പണ്ട് പ്യുവർ ആയിട്ട് റാങ്ക് ഫയൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരുന്നു പിള്ളേരെ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2020 ശേഷം എന്ത് വന്നു? SCRT സ്കൂൾ ടെക്സ്റ്റും NCRT സ്കൂൾ ടെക്സ്റ്റിന്റെ നല്ലോണം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കയറി വന്നു. മാത്രമല്ല UPSC ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ തുടങ്ങി, ആഡ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ എവിടെ നിന്നൊക്കെ നമുക്ക് റിസോഴ്സ് നമുക്ക് കൂടുതൽ ഒരു സ്റ്റുഡന്റിന് കിട്ടുന്നുണ്ടോ, അപ്പോൾ റിസോഴ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ആ കുട്ടിയുടെ റേഞ്ച് നന്നായിട്ട് മാറും. അപ്പൊ എന്ത് സംഭവിക്കും? കോമ്പറ്റീഷൻ കുറച്ചും കൂടെ പുഷ് ആവും. പക്ഷെ ഇവിടെ നമ്മുടെ പിള്ളേര് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവരിപ്പോഴും എന്ത് തന്നെയാണ്, ആ റാങ്ക് ഫെയിൽ വെച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് 4 ലക്ഷം ആൾക്കാരാണ് സെക്രട്ടറി ടെസ്റ്റിന്റെ എക്സാം എഴുതാൻ പോകുന്നത്. ഈ 4 ലക്ഷത്തിൽ ആൾക്കാരും ഒരു 1.5 ലക്ഷം ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ഫെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ മെറ്റീരിയൽ വെച്ച് എന്ത് ചെയ്യുന്നു, പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അവിടെ നിങ്ങൾക്ക് എന്ത് പ്ലസ് ഫാക്ടർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു LD റാങ്ക് ഫയൽ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക, ഒരു ഡിഗ്രി ലെവലിലെ റാങ്ക് ഫയൽ നിങ്ങൾ എടുത്തു നോക്കുക. അതിനകത്തൊരു പ്ലസ് ഫാക്ടർ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരു ചുരുങ്ങിയ 1, 2, 3 പോയിന്റ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ അവിടെ വരുന്നത്. അതായത് എനിക്ക് ഇപ്പോഴും അറിയാം, ഇപ്പോ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നത് LD റേഞ്ചിലാണ്. അതായത് ഒരു കോച്ചിങ് സെന്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു LD ബാച്ച് ഉണ്ട്, ഒരു ഡിഗ്രി ലെവൽ ബാച്ച് ഉണ്ട്. ഈ LD ക്ലാസ്സിൽ കയറിയ ഫാക്കൽറ്റി ചിലപ്പോൾ അടുത്ത് പോകുന്ന എവിടെയായിരിക്കും, ഡിഗ്രി ബാച്ചിലായിരിക്കും കയറുന്നത്. ഇവ ഈ ഫാക്കൽറ്റി 2 ക്ലാസ്സിലും ഒരേ ടോപ്പിക്കാണ് എടുത്തതെങ്കിൽ ഈ 2 നോട്ട്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ അവിടെ എന്താണ് ഒരു പ്ലസ് ഫാക്ടർ നിങ്ങൾക്ക് വരാൻ പോകുന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഈ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പരാജയപ്പെടും. എക്സാം സെന്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും മറ്റേ ബാഹുബലി സിനിമയിൽ കാലകയും വന്ന് ക്ലിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ ആ റേഞ്ചിൽ ക്വസ്റ്റ്യൻ വരുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ പുറകിലേക്ക് പോകും. അവിടെ എക്സാമിനെ ക്രാക്ക് ചെയ്യേണ്ടത് ആരുടെ മാത്രം ആവശ്യമാണ്, നമ്മുടെ മാത്രം ആവശ്യമാണ്. അവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? അവിടെയാണ് നമ്മുടെ ഇതിന്റെ റിലവൻസ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ 11 ഡിഗ്രി ലെവൽ എക്സാമുകൾ, ഈ നമ്മുടെ കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ 11 ഡിഗ്രി ലെവൽ എക്സാമുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനുകളും വന്ന റീജിയനുകളും മനസ്സിലാക്കി നമ്മളൊരു 50 ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത്
ആ 50 ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിരുന്നു. അതെ. അത് നമ്മൾ ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുത്തത്. അതിന്റെ ഭാഗമായിട്ടുള്ള നോട്ടുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇത് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു നോട്ടാണ്. ഇത് ഇൻട്രൊഡക്ഷൻ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകളാണ്. അതായത് ഒരു ടോപ്പിക്കിന്റെ തന്നെ 14 15 അതിൽ കൂടുതലോ ഉള്ള നോട്ടുകൾ. അതിൽ നോട്ട്സ് മാത്രമല്ല, പിന്നെന്തുണ്ട്, കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഡിഗ്രി ലെവലിലുള്ള നമ്മുടെ UPSC നിലവാരത്തിലുള്ള ചോദ്യങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള അടിപൊളി ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നിലവാരം അറിയാം. ഇല്ലാത്തവർക്ക് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലേക്ക് വന്നാൽ മതി. ആ ടെലഗ്രാം ചാനലിൽ ഇപ്പൊ കഴിഞ്ഞ 11 ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നോട്ടുകൾ ഓരോ ടോപ്പിക്കുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ നോട്ട്സിലൂടെ കൃത്യമായിട്ടൊന്ന് കടന്നുപോയി നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന എക്സാം, ഈ ക്വസ്റ്റ്യനുകൾ ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലേക്ക് വരാം. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി ഓരോ പോയിന്റുകളും നോക്കാം. ഓക്കെയാണ്. ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ എത്ര പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രിപ്പയർ ചെയ്തത് കൊണ്ടോ കുറെ നോട്ട്സ് വായിച്ചത് കൊണ്ടോ മാത്രമായില്ല, ക്വസ്റ്റ്യൻസിന്റെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്. ആ പ്രാക്ടീസ് ആണ് ഒരാളെ പെർഫെക്റ്റ് ആക്കി മാറ്റുകയും റാങ്കിലേക്ക് എത്താൻ അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തമാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു എക്സാം, അതായത് ഈ പറയുന്ന നോട്ട്സ് വെച്ചുകൊണ്ട് കഴിഞ്ഞ 15 ദിവസം നമ്മൾ എക്സാം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന മൺഡേ നടത്താൻ പോകുന്ന എക്സാമിൽ കഴിഞ്ഞ 15 ദിവസങ്ങളായിട്ട് നമ്മൾ തന്ന മെറ്റീരിയൽസിനകത്ത് നമ്മൾ 15ഓളം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനുകളെ കൂടി മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 50 മാർക്കിന്റെ ഒരു എക്സാം നമ്മുടെ ആപ്പിൽ, സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ നടത്താനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഈ 50 ക്വസ്റ്റ്യനുകളും വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന, നിങ്ങളുടെ യഥാർത്ഥ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം ഇനി സമയമില്ല, ഇനി നമ്മുടെ ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറ്റണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് ഉപയുക്തമാകുന്ന 50 മാർക്കിന്റെ ഒരു എക്സാം നടത്തുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കൂടി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിലേക്ക് വരിക, ടെലഗ്രാം ചാനൽ ആ പറയുന്ന നോട്ട്സ് വായിച്ചു നോക്കുക, പഠിച്ചു തുടങ്ങുക. മൺഡേ നടക്കുന്ന എക്സാം നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷനും നമ്മൾ ടെലഗ്രാം ചാനലിൽ തരും. ആ എക്സാംസ് കൂടി നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എവിടെ നിൽക്കുന്നു. ഒരു ഓഫർ കൂടെ നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും. അതായത് എക്സാമിന് 40+ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രി ബാച്ചിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഈ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു? അത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അതായത് എൻ്റെ നമ്മൾ ഫ്രണ്ട് സർക്കിൾ മൊത്തം നോക്കുകയാണെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് റൺ ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് എന്നോട് ചോദിച്ചായിരുന്നു, സാർ ഇത് എന്തിനാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, ഇത്രയും നല്ലൊരു മെറ്റീരിയൽ അല്ലേ? അപ്പൊ അവിടെ ഞാൻ ഉദ്ദേശിച്ച ഒന്നാമത്തെ കാര്യം ഇതാണ്. അതായത് ഒരുപാട് പേര് അവരുടെ ലൈഫ് മാറ്റിവെച്ച് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ്, അതായത് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ, നമ്മുടെ ഓൺലൈൻ ബാച്ചിലും അങ്ങനത്തെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഈ സൊമാറ്റോ ഓടിയിട്ട്, സ്വിഗ്ഗിയൊക്കെ ഓടിയിട്ട് അവര് ആ ബാഗ് മാറ്റി വെച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അവരുടെ ഒരുപാട് സമയം മാറ്റി വെച്ചാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അവർ സത്യത്തിൽ മനസ്സിലാക്കുന്നില്ല ഏത് നോട്ടിലാണ് അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഏത് നോട്ടിൽ പ്രിപ്പയർ ചെയ്താലും അവർക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ ഒരു റാങ്ക് ഫെയിലോ അല്ലെങ്കിൽ സാധാരണ ഒരു നോട്ടോ പ്രിപ്പയർ ചെയ്താൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ റേഞ്ച് എക്സാമിനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിള്ളേരൊന്നും മനസ്സിലാക്കണം, ഓക്കെ ഞാൻ ട്രെയിൻ ചെയ്യേണ്ടത് ഈ നോട്ട്സിലാണ്, ഈ തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 50 ടോപ്പിക്കുകൾ നമ്മൾ, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട 50 ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടെലഗ്രാമിനകത്ത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ ഞാൻ ഒരു നോട്ട്സ് എടുത്തെന്ന് സങ്കല്പിച്ചു, ഞാനിപ്പോൾ അറ്റ്മോസ്ഫിയർ എന്നൊരു നോട്ട് ഇതിനകത്ത് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഫസ്റ്റ് അതിന്റെ ടോപ്പിക് എന്താണ്, അത് കഴിഞ്ഞ ടോപ്പിക് കഴിഞ്ഞ നേരെ പോകുമ്പോൾ അതിനകത്ത് NCERT-യുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നാണ് ടോപ്പിക് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ, അതായത് NCERT-യുടെ ഏത് ചാപ്റ്റർ ആണ്, ഏത് ക്ലാസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് UPSC-യിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, മാത്രമല്ല അതിന്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, എഡിറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 15
സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അതായത് ഏറ്റവും മികച്ച 15 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓരോ നോട്ട്സിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കുക അതിന്റെ പുറകിൽ എന്തുണ്ട്, ഒരു വലിയൊരു എഫേർട്ട് ഉണ്ട്. ഈ എഫേർട്ട് നമ്മൾ എന്തിനു വേണ്ടി നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നോർമൽ രീതിക്കാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ഈ തരത്തിൽ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു എക്സാമിനെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഓണസ്റ്റ് ആവണം. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണസ്റ്റ് ആണ്. അതായത് നമ്മുടെ സൂപ്പർ നോട്ട്സ് കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ ക്വാളിറ്റി എന്താണ്, അത് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാനും പറ്റണം. ഇപ്പൊ ഒരു നോട്ട്, ഇപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് അറ്റ്മോസ്ഫിയർ ലെയർ അല്ലെങ്കിൽ ഞാനിപ്പോ നമ്മുടെ ജോഗ്രഫിക്ക് തന്നെ സ്ട്രക്ചർ ഓഫ് എർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ്, നമുക്ക് സ്ട്രക്ചർ ഓഫ് എർത്ത് 50 പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് നമുക്ക് വലുതാക്കാൻ പറ്റും, ഒരു പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, അതായത് ഒരുപാട് വാരി വലിച്ചു പോകരുത്, ആവശ്യമുള്ളത് മാത്രം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ NCERT SCERT എന്തെല്ലാം പോയിന്റ്സ് ഉണ്ട് അതെല്ലാം ആഡ് ചെയ്യുക, പ്ലസ് ക്വസ്റ്റ്യൻസ് ഏത് വന്നു അതും എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. അപ്പൊ കുറച്ച് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഈ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഈ നോട്ട്സ് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പ്രിന്റ് റെഡി നോട്ടാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതിന്റെ എക്സാം മൺഡേ നമ്മുടെ ആപ്പിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും, മാറുന്നതൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ക്രാഷ് ബാച്ച് നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇംഗ്ലീഷ് മാത്സ് മലയാളം നല്ല പ്രയോറിറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് ആദ്യം പഠിക്കേണ്ട ടോപ്പിക്സ് അവിടെ എന്ത് ചെയ്യുന്ന എല്ലാം പ്രയോറിറ്റി കൊടുക്കാം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബാക്കി ടോപ്പിക്സിലേക്ക് നമുക്ക് പോകത്തുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ഈ നോട്ട്സ് നമ്മൾ ഫുൾ അതിനകത്ത് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ ഫുൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എനർജി, ക്ലാസിന്റെ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്താലും നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് നമ്മളെപ്പോഴും കുട്ടികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ്ഫുൾ ആവണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കണ്ടന്റുകൾ കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ മാത്രമല്ല, നിങ്ങൾക്ക് രാവിലെ 7 മണിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ക്ലാസ്സുകൾ, ഓരോ അധ്യാപകരും മാറി മാറി ഓരോ സബ്ജക്റ്റിന് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ലൈവ് സെഷൻസ് ആണ്, ലൈവായിട്ട് വോയിസ് ലൈവായിട്ട് തന്നെയുള്ള ക്ലാസ്സുകൾ. പിന്നെ അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടും, അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ വൈകുന്നേരം 9 മണി, രാത്രി 9 മണിക്ക് നിങ്ങൾക്ക് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ക്ലാസ് വന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ വൈകുന്നേരം രാത്രി 9 മണിക്ക് ഭഗീരഥി മിസ്സിന്റെ നേതൃത്വത്തിൽ SCERT കറണ്ട് അഫെയർ ക്ലാസ്സുകൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫുൾ പാക്ഡ് ആയിട്ട് നമുക്ക് ടെലഗ്രാം ചാനലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തു പോകും. അപ്പോൾ പഠനം നിങ്ങൾക്ക് ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് അവിടെ നിങ്ങൾക്ക് മോട്ടിവേഷൻസ് കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റി മെസ്സേജ് ആയിട്ട് ഇടാം, നമ്മൾ അതിന് തിരിച്ച് റിപ്ലൈ കൃത്യമായിട്ട് തരും. ഇനി അതുകൂടാതെ യൂട്യൂബ് ചാനൽ രാവിലെ 5 മണിക്ക് ഒരു 5 AM ക്ലബ്ബും ഉണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടന്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാം ആയിട്ടുള്ള, അവൻ സാർ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എല്ലാം ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ 2025 ഡിഗ്രി പ്രിലിംസ് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.